കല്യാണങ്ങൾക്ക് നിങ്ങൾ ആലോചിച്ച് നോക്കണം, എത്ര ലക്ഷമാണ് ഒരു കല്യാണത്തിന് ചിലവാകുന്നത്? ഒരു കല്യാണത്തിന് എത്രമാത്രം ഫുഡ് ഐറ്റംസ് ഉണ്ടാകുന്നു? 2 തരം ചോറ്, അതിൻ്റെ പുറത്ത് ചപ്പാത്തി, പൊറോട്ട, അത് ഇത് എന്നൊക്കെ പറഞ്ഞ് ധാരാളം ഫുഡ് ഉണ്ടാവും. മഹാനായ ഉമർ റളിയല്ലാഹു തആല അൻഹു ഒരിക്കൽ ഒരാളൊരു വിവാഹ സൽക്കാരത്തിന് ക്ഷണിച്ചു. വിവാഹ സൽക്കാരത്തിന് ക്ഷണിച്ചിട്ട് മഹാനവറുകൾ അതിൽ പങ്കെടുത്തു. മഹാനവറുകൾ ഭക്ഷണം കഴിക്കുകയും ചെയ്തു. അങ്ങനെ ഭക്ഷണം കഴിച്ചിട്ട് മഹാനവറുകൾ പുറത്തേക്കിറങ്ങിയ സമയത്ത് മഹാനവറുകൾ പറഞ്ഞത് എന്താണെന്നറിയോ? ഞാൻ ഇന്നത്തെ ഈ ഒരു പരിപാടിക്ക് വരേണ്ടിയില്ലായിരുന്നു. ഈ വിവാഹ സൽക്കാരത്തിന് വന്നതിൽ എനിക്കൊരു അതൃപ്തി തോന്നുന്നു, ഒരു റാഹത്തില്ലായ്മ ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ കൂടുതൽ ആളുകൾ ചോദിച്ചു, ലിമയാമിറുൽ മുഅ്മിനീൻ, എന്താ അങ്ങനെ പറയാൻ കാരണം? ഇയാളുടെ വിവാഹ സൽക്കാരത്തിൽ പങ്കെടുത്തിട്ട് അത് അങ്ങക്കൊരു റാഹത്തില്ല എന്ന് പറയാനുള്ള കാര്യം എന്താണ് എന്ന് ചോദിച്ചപ്പോൾ മഹാനവറുകൾ പറഞ്ഞു, ഖാല ഇന്നി അളുന്നു സാഹിബുക്കും ലം യഅമലുഹു ഇല്ലാ ബിരിയാ. ഈ മനുഷ്യന് ഈ ഭക്ഷണമൊക്കെ ഉണ്ടാക്കിയത് ഒരു റിയാഇന് വേണ്ടിയിട്ടായിരുന്നു. ജനങ്ങൾ എൻ്റെ വീട്ടിലെ കല്യാണം ഇങ്ങനെ നടന്നു, ഇത്ര വിഭവങ്ങൾ ഉണ്ടായിരുന്നു, അതിഗംഭീരമായ ഭക്ഷണമായിരുന്നു എന്നൊക്കെ 4 ആളുകൾ പറയണം എന്നാഗ്രഹിച്ചുകൊണ്ടാണ് ഇയാൾ കല്യാണം നടത്തിയത്. അതുകൊണ്ട് അതിൽ ആ ഭക്ഷണം കഴിച്ചപ്പോൾ റാഹത്തില്ല. ഇന്നത്തെ കല്യാണങ്ങളുടെ പ്രധാന ലക്ഷ്യം അതായി പോകുന്നുണ്ട്. അതായത് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, അപ്പുറത്തവൻ്റെ കല്യാണം നടന്നപ്പോൾ 2 ഐറ്റം ബിരിയാണി ഉണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മുടെ വീട്ടിലത്തെ കല്യാണത്തിന് 2 ഐറ്റം ബിരിയാണി പ്ലസ് എന്തെങ്കിലും വേണം. അവൻ്റെ അവിടെ ഡിസേർട്ടായിട്ട് ഇത്ര ഉണ്ടായിരുന്നു, നമുക്ക് പ്ലസ് എന്തെങ്കിലും വേണം. അതായത് മറ്റവൻ നടത്തിയതിനേക്കാൾ ഉഷാർ ഇവിടെ ആകണം. നമ്മുടെ പെണ്ണിൻ്റെ വീട്ടുകാർ അത്യാവശ്യമൊക്കെ ചുറ്റുപാടുള്ള ആളുകളാണ്. അപ്പോൾ അവരുടെ വീട്ടിലത്തെ പരിപാടിക്ക് ഈ രൂപത്തിലൊക്കെ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് നമ്മളും എന്ത് ചെയ്യണം, ഈ രൂപത്തിലൊക്കെ നടത്തണം എന്ന് പറയാം. ഇതൊക്കെ റിയാ അല്ലേ? നേരെ മറിച്ച് അവിടെ നിക്കാഹിന് ഭക്ഷണം കൊടുക്കുന്ന സമയത്ത് വരെ നിയത്ത് എന്താ? എൻ്റെ മകൻ, എൻ്റെ മകൾ, അവളുടെ നിക്കാഹ് കഴിഞ്ഞതാണല്ലോ, കല്യാണം കഴിഞ്ഞാണല്ലോ, അതിൻ്റെ സന്തോഷം റസൂലുള്ളാഹിന്റെ സുന്നത്താണല്ലോ ഭക്ഷണം കൊടുക്കുക എന്നുള്ളത്. ആ രൂപത്തിൽ എന്ത് ചെയ്യണം? ഭക്ഷണം കൊടുക്കുക എന്ന അർത്ഥത്തിലാണ് ഈ ഭക്ഷണം കൊടുത്തത് എന്ന് മനസ്സിലാക്കുക. അങ്ങനെ കൊടുക്കുക. അങ്ങനെ കൊടുക്കുമ്പോൾ അതിന് പ്രതിഫലം കിട്ടും. ഇങ്ങനെ കൊടുത്താൽ പ്രതിഫലം കിട്ടൂല. ഏതാ ഇങ്ങനെ കൊടുക്കുക എന്ന് പറഞ്ഞാൽ? അത് ഇങ്ങനെ കൊടുത്താൽ ജനങ്ങളൊക്കെ അത് പറയുമായിരുന്നു. അത് കല്യാണം എന്നല്ല, എന്ത് പരിപാടി, വീട്ടിലത്തെ മൗലിദായിക്കോട്ടെ, സൽക്കാരങ്ങളായിക്കോട്ടെ, വീട് താമസമായിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ, എന്ത് കാര്യം ചെയ്യുമ്പോഴും മറ്റുള്ളവർ ഇങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ അത് നന്നാകുമായിരുന്നു, മറ്റുള്ളവർ ഇങ്ങനെ ചിന്തിച്ചിരുന്നെങ്കിൽ അത് നന്നാകുമായിരുന്നു എന്ന് ചിന്തിച്ചു കൊണ്ട് കൊടുക്കുന്ന അമലുകളാണെങ്കിൽ അതിലെന്തുണ്ടാവില്ല? ഫായിദ ഉണ്ടാവില്ല, ഒരു ഗുണം ഉണ്ടാവില്ല. ഇപ്പോൾ പുതിയ കാലത്ത് കല്യാണങ്ങൾ നടക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കണം, നിക്കാഹിൻ്റെ കർമ്മങ്ങൾക്ക് ഏറ്റവും നല്ലത് പള്ളികളാണ്. സുന്നത്ത് അങ്ങനെയാണ്. ശവ്വാൽ മാസത്തിലായിരിക്കുക, വെള്ളിയാഴ്ച ജുമയുടെ മുമ്പായിരിക്കുക, പള്ളിയിൽ വെച്ചായിരിക്കുക. നിക്കാഹിൻ്റെ സുന്നത്തുകളിൽ പെട്ടതാണ്. ഇതിലിപ്പോൾ ശവ്വാൽ മാസത്തിൽ വെച്ചായിരിക്കുക എന്നത് എപ്പോഴും നടന്നുകൊള്ളണമെന്നില്ല. അത് ചില ഏറ്റക്കുറച്ചിലുകളും വ്യത്യാസങ്ങളൊക്കെ വരാം സാഹചര്യത്തിനനുസരിച്ച്. പക്ഷേ 2 സുന്നത്തുകൾ എപ്പോഴും പാലിക്കാൻ പറ്റും. എന്താ? പള്ളിയിലായിരിക്കുക, വെള്ളിയാഴ്ച ജുമയുടെ മുമ്പായിരിക്കുക. ഇത് 2ഉം പാലിക്കേണ്ട ഒന്നാണ്. ഇന്ന് ഒരു പ്രശ്നം എന്താണെന്നറിയോ? നിക്കാഹിൻ്റെ മജ്‌ലിസുകൾ കൂടുതൽ ഓഡിറ്റോറിയത്തിലാണ്. അങ്ങനെ നിക്കാഹിൻ്റെ മജ്‌ലിസുകൾ കൂടുതൽ ഓഡിറ്റോറിയത്തിൽ നടക്കുമ്പോഴത്തെ വിഷയം എന്താ? നിക്കാഹ് എന്ന് പറയുന്നത് സുന്നത്താണ്. നിക്കാഹ് എന്ന് പറയുന്നത് സുന്നത്താണ്. ആ സുന്നത്ത് എവിടെ വെച്ച് നടക്കുന്നു? ഹറാമ് കൂടി കലർന്ന സന്ദർഭങ്ങളിൽ വെച്ച് നടക്കുന്നു എന്നുള്ളതാണ്. പള്ളിയിലാകുമ്പോൾ ഹറാമ് വരില്ല. എന്താ കാരണം? പള്ളിയിൽ സ്ത്രീകൾ ഉണ്ടാവില്ല, പുരുഷന്മാർ മാത്രമായിരിക്കും. എഴുത്തിക്കാവിനെ നിയത്ത് വെച്ച് മലക്കുകളുടെ സാന്നിധ്യത്തിൽ വെച്ച് നടത്താൻ പറ്റും. ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തുമ്പോൾ ഇപ്പം എല്ലാ ഓഡിറ്റോറിയത്തിലും മിക്സ്ഡാക്കിയിരിക്കാൻ തുടങ്ങി. അങ്ങനെ ആണും പെണ്ണും ഇടകലർന്നിരിക്കൽ ഹറാം. ഇസ്ലാമിൻ്റെ വീക്ഷണത്തിൽ ഇത് ഹറാം തന്നെയാണ്. ആരായിക്കോട്ടെ, അത് ഇവൻ്റെ കസിൻസ് ആയിക്കോട്ടെ, എളാമാൻ്റെ കുട്ടി, മൂത്തമ്മൻ്റെ കുട്ടി, ആരായിക്കോട്ടെ, അത് ഹറാം തന്നെയാണ്. അങ്ങനെ ഇടകലർന്നിരിക്കുന്ന ഓഡിറ്റോറിയത്തിൽ വെച്ച് സുന്നത്തായ കർമ്മം നടത്തിയിട്ട് അവിടുത്തെ ഉസ്താദ് തുറക്കുകയാണ്, ബാറക്കല്ലാഹു ലക്കുമാ വ ബാറക അലൈക്കുമാ വ ജമഅല്ലാഹു ബൈനക്കുമാ ഫീ ഖൈരിൻ വ ലുത്ഫിൻ വ ആഫിയ. അള്ളാഹുവിൻ്റെ തൃപ്തി, അള്ളാഹുവിൻ്റെ പൊരുത്തം ഏറ്റവും കൂടുതൽ ഉണ്ടായിരിക്കേണ്ട സന്ദർഭമാണത്. പക്ഷേ ആ സന്ദർഭത്തിൽ അള്ളാഹുവിൻ്റെ റഹ്മത്തിൻ്റെ മലക്കുകൾ പോലും അവിടെ ഇറങ്ങൂല. കാരണം ഹറാമ് നിൽക്കുന്നിടത്ത് മലക്കൾ ഇറങ്ങൂലല്ലോ, അത് മലക്കൾക്ക് ചേർന്നതല്ല, മലക്കൾ അവിടെ ഇറങ്ങൂല. പിന്നെ എങ്ങനെ ദുആക്ക് ഇജാബത്തിട്ടും ദുആക്ക് ഇജാബത്തിട്ടൂല? പിന്നെ എങ്ങനെ ഈ കുട്ടർ ജീവിതത്തിൽ ബർക്കത്തുണ്ടാവും? ആ ബർക്കത്തുണ്ടാവില്ല. വർത്തമാന കാലഘട്ടത്തിൽ ത്വലാഖുകളും ദാമ്പത്യ ജീവിതത്തിൽ വലിയൊരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാനുള്ള പ്രധാനപ്പെട്ട കാര്യം തന്നെ ഇതാണ്. നിക്കാഹ് ഹറാമിലൂടെ നടക്കുന്നു. സേവ് ദി ഡേറ്റ്, നിക്കാഹിൻ്റെ മുമ്പുള്ള ഫോട്ടോഷൂട്ട് ഹറാമിലൂടെ നടക്കുന്നു.
ബർക്കത്ത് നീങ്ങപ്പെട്ടു. നിക്കാഹ് കർമ്മങ്ങളിൽ നിന്ന് ബർക്കത്തുകളൊക്കെ ഓടിപ്പോയി. ബർക്കത്തില്ലാത്തതുകൊണ്ട് തന്നെ തുടർന്നുള്ള ജീവിതത്തിലും ബർക്കത്തില്ലാതായിപ്പോയി. ആ സമയത്ത് എന്ത് ചെയ്യണം? നിക്കാഹ് നടത്തുന്ന സമയത്ത് നമ്മൾ ഏറ്റവും ചുരുങ്ങിയത് ഹറാമില്ലാതെ നടത്താനെങ്കിൽ നമ്മൾ പഠിക്കണം. ഓടിച്ചുറത്തിൽ നിക്കാഹിനി നടത്തൽ നിർബന്ധമാണോ? അങ്ങനെ നടത്താം. ഇപ്പം എൻ്റെ നിക്കാഹ് ഓടിച്ചുറത്തിലാണ് നടന്നത്. എൻ്റെ നിക്കാഹ് നടന്നത് ഓടിച്ചുറത്തില്ല. ഞങ്ങൾ 3 വീട്ടുകാർ, അതായത് എൻ്റെ ഭാര്യ വീട്, എൻ്റെ ജ്യേഷ്ഠൻ്റെ ഭാര്യ വീട്, പിന്നെ എൻ്റെ വീട്ടുകാർ, ഇങ്ങനെ 3 കുടുംബങ്ങൾക്കും കൂടി ഒരുമിക്കാൻ പറ്റുന്ന ഒരു സൗകര്യം നോക്കിയിട്ട് ഓടിച്ചുറത്തിലാണ് നടന്നത്. പക്ഷെ അവിടെ ഹറാമൊന്നും നടന്നില്ല. ഒരു ഓടിച്ചുറത്തിൽ മുഴുവനായിട്ട് ആരുണ്ടായിരുന്നത്? ആലിമീങ്ങളും മുത്താലിമീങ്ങളും സയ്യിദന്മാരൊക്കെ ആയിട്ട് നടന്നു. അങ്ങനെ നടത്താൻ കഴിയുമെന്നുണ്ടെങ്കിൽ ഓക്കെ, നമുക്ക് ഓടിച്ചുറത്തിൽ നടത്താം. അവിടെ ഹറാമ് കലരൂല. അങ്ങനെ നമുക്ക് നടത്താൻ കഴിയില്ല എന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലത് എന്താ? നിക്കാഹ് പള്ളിയിലാക്കുക. സുന്നത്ത്, അതേ പേരങ്ങനെ ആക്കിയാൽ മതിയല്ലോ, സുന്നത്തിനായിക്കോട്ടെ എന്നെങ്കിലും പറയണല്ലോ. മറ്റത് നമ്മുടെ പ്രിയപ്പെട്ട കുട്ടറ കല്യാണ നിക്കാഹും ഹറാമിൻ്റെ വേദിയിൽ വെച്ച് നടത്താൻ പറ്റൂല. അല്ലാഹു തആല തൗഫീഖ് മാറാകട്ടെ. അങ്ങനെ ഹറാമിലൂടെ നടക്കുന്ന സമയത്താണ് എന്ത് ചെയ്യുന്നത്? ഇത്തരത്തിലുള്ള അമലുകളൊക്കെ കൊഴിഞ്ഞു പോയി ബർക്കത്ത് നീങ്ങി പോകുന്നു. അല്ലേ? നിങ്ങളെത്ര നിക്കാഹ് കാണുന്നവരാ? എല്ലാ നിക്കാഹും അങ്ങനെ തന്നെയല്ലേ? ചില സ്ഥലത്തൊക്കെ നിക്കാഹിന് പോയി നമ്മൾ തല താഴ്ത്തിയിരിക്കണം. തല പൊന്തിച്ച അവിടെ സ്ത്രീകളാണ്. സ്ത്രീകൾക്ക് ലജ്ജ എന്ന് പറയുന്നത് പാടേ നഷ്ടപ്പെട്ടു പോയി. ഉസ്താദുമാരെ കാണുമ്പോഴൊക്കെ പണ്ടൊക്കെ സ്ത്രീകൾ മാറും, ഇപ്പോൾ സ്ത്രീകൾ വരും. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ മാറിക്കോളിന്നറിയും. പണ്ടൊക്കെ ഒരു ഉസ്താദ് നടന്നു വരുന്ന സമയത്ത് സ്ത്രീകൾ തട്ടിടും, ഉള്ളുക്കൂടും, അതൊക്കെ ചെയ്യും. ആ ഉസ്താദന്മാരങ്ങനെ പോകും. ഇപ്പോൾ ഉസ്താദന്മാരിങ്ങനെ സ്ത്രീകൾ ഇങ്ങനെ വരികയാണെങ്കിൽ അവരിങ്ങനത്തെ നിങ്ങൾക്ക് ഞങ്ങളെ കാണാൻ ബുദ്ധിമുണ്ടെങ്കിൽ മാറിക്കുക, ഞങ്ങളത് പോട്ടെ എന്ന് പറയാം. ഉസ്താദന്മാരോട് മാറിക്കുക. ലജ്ജ മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ നിന്നാണ് ലജ്ജ ഏറ്റവും കൂടുതലായിട്ട് ഓടിപ്പോണത്. ഞാനത് പറഞ്ഞ വിഷയം തീരും. എല്ലാ ഹറാം ഏറ്റവും നടക്കുന്നത് എവിടേക്കാരം? മുസ്ലിം കമ്മ്യൂണിറ്റിയിലേക്കാരം. ഒരു ഹൈന്ദവ മതത്തിൻ്റെ വിവാഹം എങ്ങനെ നടക്കൽ? അമ്പലത്തിൽ പോയിട്ട് ഒരു താലികെട്ട് കഴിഞ്ഞു. പിന്നെ അവരുടെ ഫംഗ്ഷൻ അങ്ങനെയാണ്. ക്രൈസ്തവ മതത്തിൻ്റെ ഒരു വിവാഹം എങ്ങനെ നടക്കണത്? പള്ളിയിൽ പോയിട്ട് മനസ്സമ്മതം നടത്തി അവിടുന്ന് മിന്നു കെട്ടിക്കൊടുക്കും, കഴിഞ്ഞു. നമ്മുടെ വിവാഹം എങ്ങനെ നടക്കണേ? പള്ളിയിൽ ഉസ്താദിനെ വിളിക്കുന്നു, AP ഉസ്താദിനെ വിളിക്കുന്നു, ജിഫിരി തങ്ങളെ വിളിക്കുന്നു, പാണക്കാട് തങ്ങന്മാരെ വിളിക്കുന്നു. എന്തിന്? നിക്കാഹിന് ഇവരൊക്കെ ഉണ്ടാകുന്നു എന്ന് പറയാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഇവരൊക്കെ നിന്നിട്ട് നിക്കാഹ് കഴിഞ്ഞിട്ട് വസല്ലല്ലാഹു അലൈഹി വസല്ലം വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ബിഫളിലി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ റസൂലുള്ളാഹി ഭക്ഷണം കഴിക്കാൻ പോകല്ലേ? ആ ഉസ്താദ് അല്ലെങ്കിൽ തങ്ങൾ ഭക്ഷണം കഴിക്കാൻ വരികയാണ്, ഭക്ഷണം കഴിക്കാൻ ചെല്ലണു. ഇതിൻ്റെ ചോദ്യത്തിൻ്റെ അർത്ഥം എന്താണെന്നറിയോ? ഒന്ന് ഇറങ്ങിത്തരുമോ? ഞങ്ങൾക്ക് ഇവിടെ കലാപരിപാടി തുടങ്ങാനുള്ളതാണ് അതിൻ്റെ അർത്ഥം. ഒന്ന് ഇവിടുന്ന് നീച്ച് തരുമോ? ഞങ്ങൾക്ക് ഇവിടെ കലാപരിപാടി തുടങ്ങാനുള്ളതാണ് അതിൻ്റെ അർത്ഥം. ഉസ്താദ് ഭക്ഷണം കഴിക്കാൻ പോകല്ലേ? ഈ ഉസ്താദ് ഭക്ഷണം കഴിക്കാൻ പോകുന്നതോട് കൂടി പിന്നെ ഓടിച്ചുറത്തിൽ പിന്നെ അവിടെ കുത്രാത്തീവും കുത്തുബീയത്തും മൗലൂദും എല്ലാം നടക്കും. പാവം. അങ്ങനെയൊക്കെ നടത്താണെങ്കിൽ ഏറ്റവും നല്ലത് ഇങ്ങനെ വലിയ ഉസ്താദന്മാരൊന്നും വിളിക്കാതിരിക്കലാണ്. അവരെ വഷളാക്കരുതല്ലോ നമ്മൾ. വെറുതെ അത്ര വലിയ ആളുകളെ കൊടുത്തിട്ട് പിന്നെ ഇങ്ങനെ ഹറാമ് കെട്ടിയതാക്കി ചെയ്യരുത്. എന്നിട്ട് ഇതങ്ങോട്ട് പ്രശ്നമായിട്ട് കുറച്ചെണ്ണം കഴിയുമ്പോഴത്തേന് പിന്നെ സ്വലാത്തൊക്കെ ഒരു 1001 രൂപ. എൻ്റെ കാര്യം പുറത്തൊന്നും പറയണ്ട, കല്യാണപ്പെടുത്ത് കഴിഞ്ഞതാണ്. ഇവിടെ ഉണ്ടെന്നല്ല ഞാൻ പറഞ്ഞ ഒരു ഉദാഹരണം പറയാം. കല്യാണമൊക്കെ കഴിഞ്ഞു, പക്ഷേ അവർ തമ്മിൽ ചേർച്ചല്ല, ഒരു സുഖമല്ല, ഒരു പ്രശ്നത്തില്ല. ഭാര്യയും മോനും മോളും തമ്മിൽ ചെറിയ സുഖമല്ല, അസ്വാരസ്യത്തിലാണ്. അങ്ങനെയാണ് പോകുന്നത്. ഉസ്താദ് തിരിച്ചണം ചോദിച്ചാൽ മതി. നിക്കാഹിൻ്റെ സമയത്തും കല്യാണത്തിൻ്റെ സമയത്തും ബർക്കത്ത് എവിടെ നടാന്ന് ചോദിച്ചാൽ മതി. അതൊക്കെ നാട്ടടപ്പല്ല, അങ്ങനെ പോയി. അതും നാട്ടടപ്പാണ്, അങ്ങനെ പോട്ടെ. പിന്നെ ഈ സമയത്ത് തുറക്കാൻ വന്നിട്ട് എന്തായാലും അടിസ്ഥാന വിഷയങ്ങൾക്ക് എത്തില്ലല്ലോ. ഈമാനും ഇസ്ലാമും നോക്കാറ് പിന്നെ കുറേ നടന്നിട്ട് കാര്യമില്ല. അല്ലാഹു തആല കാക്കട്ടെ.